എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. നരേന്ദ്രമോദിയായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡൽഹിയിൽ ഒരു വൻ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിനകത്ത് ഒരുപാട് സെലിബ്രിറ്റികൾ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്ത നമ്മുടെ ഒരു ജമ്മായിരുന്നു ജാൻമണി ദാസ്. നമ്മുടെ വൈഡൂര്യം, നമ്മുടെ മുത്ത്, നമ്മുടെ തങ്കം, നമ്മുടെ വജ്രമായിരുന്നു ജാൻമണി ദാസ്. ഈ സമരമുറയിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ കുറച്ച് ആളുകൾ ശരിക്കും ഈ പറഞ്ഞ നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നല്ലത് വരണമെന്ന് ചിന്തിച്ച ആളുകളുണ്ട്. രാഷ്ട്രീയമായി മുതലെടുക്കാം എന്ന് ചിന്തിച്ച കുറച്ച് ആളുകളുണ്ട്. ഈ മോദി എന്ന് പറയുന്ന പുള്ളിയുണ്ടല്ലോ, പുള്ളിനെങ്കിൽ കണ്ടുകൂടാ, പുള്ളിക്കെതിരെ ഒന്ന് പോവും എന്ന് പറഞ്ഞ് പോയ ആളുകളുണ്ട്. വ്യക്തമായ നിലപാടില്ലാതെ നിലപാടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പ്രതികരിച്ച ആളുകളുമുണ്ട്. അങ്ങനെ നമ്മുടെ ജാൻമണി വന്നിട്ട് നമ്മളെ ബിസിനസ് ക്ലാസ്സിൽ പോകുന്ന ആളുകളാണ് നമ്മൾ. ആ ജാൻമണി വന്നിട്ട് പറഞ്ഞു, നരേന്ദ്രമോദിയുടെ പിതാവിനെയും മാതാവിനെയും ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരം. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാലാപരാധം പറയണമല്ലോ. ഇത് വേർ ഡിഡ് യു ഗെറ്റ് ദ സോഴ്സ് ഓഫ് ദിസ് ഇൻഫർമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ചുമ്മാ പുള്ളിക്കാരൻ 1950 ജനിച്ച് പുള്ളിയുടെ അച്ഛൻ 49 എന്തോ മരണപ്പെട്ടു എന്നൊക്കെ ചുമ്മാ അങ്ങ് അടിച്ചങ്ങ് വിട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രക്ഷോഭത്തിലേക്ക് പോയപ്പോൾ ജാൻമണി ഭയങ്കര ജമ്മാണെന്ന് പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. നേരെ തിരിച്ചു വന്ന് ഈ ജമ്മെന്ന് പറയുന്ന സാധനം പച്ച ചാണകമായി മാറിയിട്ടുണ്ട്. രഞ്ജിനി ഹരിദാസിൻ്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റോ മേക്കപ്പ് ആർട്ടിസ്റ്റോ എന്താണ്ടാണ് ഈ ജാൻമണി ദാസ്. അപ്പോൾ രഞ്ജിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. രഞ്ജിനി സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്, കുറച്ച് കാര്യങ്ങളെ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഈ സാധനമാണ് നമ്മൾ കാണുന്നത്. സോ രഞ്ജിനി പറഞ്ഞത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അതിനു മുമ്പേ നമ്മളെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്തതില്ലാത്തൊരു ഉപകാരം, ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. നേരത്തെയൊക്കെ ചുമ്മാ ഹൃദയമെങ്കിലും ആരെങ്കിലും കമൻറ്റ് ഇടുമായിരുന്നു. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഞാൻ ഞുള്ളിപ്പറിക്കി നോക്കേണ്ട അവസ്ഥയാണ് കമൻറ്റ് വല്ലതും ഉണ്ടോ എന്നുള്ളത്. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല കമൻറ്റുകൾ ഇടുക. തെറി വിളിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് രഞ്ജിനി ഹരിദാസ് പറയുന്നത് കേൾക്കാം. ഇന്റൻസ് ആയിട്ട് റിസർച്ച് ചെയ്താൽ മാത്രമേ ഒരു കാര്യം കറക്റ്റ്ലി വെരിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പം ഇറ്റ് ടേക്സ് എ ബിറ്റ് ഓഫ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി എ സബ്ജക്ട്. സോ ഐ ഫീൽ ലൈക്ക് ജാൻ റീസെന്റ് ഒരു കാര്യം പറഞ്ഞപ്പം ഷീ ഈസ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്, ഐ ലവ് ഹർ ടു ബിറ്റ്സ്, ഐ വിൽ ഓൾവേസ് പ്രൊട്ടക്ട് ഹർ, ഐ വിൽ സ്റ്റാൻഡ് ബൈ ഹർ. ബട്ട് പൊട്ടത്തരം ചെയ്താൽ നമ്മൾ പൊട്ടത്തരല്ല, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കുമ്പം നമ്മൾ അതിനെ ഞാനത് കണ്ടം ചെയ്തില്ലെങ്കിൽ എൻ്റെ നിലപാടിനെ അത് ബാധിക്കും. ഇതാണ് പോയിന്റ്. അപ്പോൾ ജാൻമണി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് ജാൻമണിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് കേട്ട ആളുകൾക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ച ആളുകൾക്കും പറഞ്ഞ ആളുകൾക്കും എല്ലാം അറിയാം. ജാൻമണി പക്ഷെ നമ്മളൊരാളെ ഹെയ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്കൊരാളെ ഇഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് വായി തോന്നുന്ന അപരാധങ്ങൾ വിളിച്ച് പറയാൻ പാടില്ല. പക്ഷെ ജാൻമണി എന്നെ ചെയ്തു, ജാൻമണി ആദ്യമായിട്ടല്ല ശ്രീ നരേന്ദ്രമോദിയെ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ നടത്തുന്നത്. ഇതിനു മുമ്പ് പെണ്ണാളൻ എന്ന പുള്ളിക്കാരനെ അഭിസംബോധന അല്ലേ അത് ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി BJP, പുള്ളിയെ നമുക്ക് എതിർക്കണം, പുള്ളി കൊള്ളൂല, അഴുക്ക ചെറുക്കാൻ, ഈ ഒരു സെറ്റപ്പാണ് ജാൻമണി കാണിച്ചത്. പിന്നീട് ജാൻമണി ഇത് തെറ്റാണെന്നുള്ളത് തിരിച്ചറിവുണ്ടായി. അങ്ങനെ നാട്ടുകാർ ഒന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചപ്പോൾ തിരിച്ചറിവുണ്ടായി. അങ്ങനെ ക്ഷമ പറഞ്ഞു. ഓക്കെ, നമുക്കിനി രഞ്ജിനിയുടെ ബാക്കി കേൾക്കാം. നിലപാടിനെ ബാധിക്കുന്നല്ല. ഐ എം വെരി ആംഗ്രി വിത്ത് ഞാൻ അവരുടെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ഹർ ടു ഫീൽ ബാഡ് ബിക്കോസ് ഐ എം ഡൂയിങ് ദിസ് വീഡിയോ. ബട്ട് ഡൂഡ്, ലൈക്ക് nothing in this world gives anyone the right to abuse anybody, no matter what position, the way she did. Not just her, അങ്ങനെ കുറേ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റൊരാളെ അബ്യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല എന്നാണ് ശ്രീ രഞ്ജിനി ഹരിദാസ് പറയുന്നത്. ശ്രീമതി രഞ്ജിനി ഹരിദാസ് പറയുന്നത്. അപ്പം ഞാൻ ഈ 2 ദിവസം മുമ്പേ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന രഞ്ജിനിയുടെ വീഡിയോയുടെ തൊട്ട് മുമ്പത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ രഞ്ജിനിയും ജാൻമണിയും കൂടെ വന്നിരുന്നിട്ട് കുറേ സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ജാൻമണി കൂടെ ഇരുന്ന് വാട്ട് നോൺസെൻസ് ഹി ഈസ് സെയിങ് ആസ് എ പ്രൊട്ടസ്റ്റിസ്റ്റ് ആക്ടിവിസ്റ്റിസ്റ്റാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ അടിച്ചു വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മറ്റൊരാളെ ഇമാതിരി കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കറക്റ്റാണോ നോക്കണം. ഇപ്പം ഞാൻ വേറൊരുത്തൻ ചീത്ത വിളിച്ചതിന് ഞാൻ അവനെ പറയുമ്പോൾ ഞാൻ ചീത്ത വിളിക്കാൻ പാടില്ല എന്നൊരു സാധനം അതിനകത്തില്ലേ. നീ എന്നെ ചീത്ത വിളിക്കുന്നോ മോനെ എന്നും പറഞ്ഞിട്ട് നമ്മൾ ചീത്ത വിളിക്കുന്നതിനകത്ത് കാര്യമില്ല. സോ അതേ സാധനം നമ്മൾ ചെയ്യുന്നു, പക്ഷേ അവർ ചെയ്തപ്പോൾ തെറ്റിട്ടോ, നമ്മൾ ചെയ്തപ്പോൾ പക്ക സാധനം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ജാൻമണിയും രഞ്ജിനിയും ആ വീഡിയോയിൽ നടത്തിയത്. ആ വീഡിയോയിലേക്ക് നമുക്ക് വരാം, ബാക്കി കേൾക്കട്ടെ. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. ദാറ്റ് ഇസ് സെക്കൻഡറി. ബട്ട് ഐ ഫീൽ ദാറ്റ്
നമ്മള് എന്തുകൊണ്ടാണ് അവരിങ്ങനെ പ്രതികരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ജാൻമണിയുടെ അടുത്ത് ഞാൻ എപ്പോഴും ചോദിക്കുന്നത് എന്താ ജാൻ, വാട്ട് ഇസ് ഇറ്റ്, വൈ ഡു യു ടോക്ക് ലൈക്ക് ദിസ്, വിടുവാത്തരം എന്നൊക്കെ പറയില്ലേ, ആലോചിക്കാതെയാണ്. വിടുവാത്തരം എന്നൊക്കെ അവരോട് പറഞ്ഞാൽ അവരത് ഇത് എന്തൊരു തേങ്ങ എന്ന് ചോദിക്കും. അവര് മലയാളത്തിനെ കൊല്ലാനിട്ട് കൊടുക്കും അവർക്ക്. മറ്റു സംസ്ഥാനത്തുനിന്ന് വന്ന ഒരാൾ മലയാളം സംസാരിക്കുന്നതിൽ അല്ലെങ്കിൽ മലയാളം സംസാരിക്കാൻ ശ്രമിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്, വളരെ നല്ല കാര്യം. നമ്മുടെ ലാംഗ്വേജ് വളരണം. നമ്മുടെ ലാംഗ്വേജ് വളരണമെങ്കിൽ മറ്റാളുകൾ നമ്മുടെ ലാംഗ്വേജിനെ റെക്കഗ്നൈസ് ചെയ്യണം, ആ സാധനത്തിനെ അഡാപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, ഒക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ഭാഷ എടുത്തിട്ട് വായി തോന്നിയ അപരാധങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് നാട്ടുകാർ ഇവിടെ ജീവിച്ചിരിക്കുന്ന സകലമായ മനുഷ്യന് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളമായിട്ട് അംഗീകരിക്കത്തില്ല കേട്ടോ, അത് മോശമാണ്. സംസാരിക്കുന്നത് ഇങ്ങനെ പറയാതിരിക്കാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ലേ? ഇന്റലിജൻസിന്റെ ഇഷ്യൂ ആണോ? അതല്ല, ബുദ്ധിയുണ്ടോ? അത് തന്നെ സാധനം, കറക്റ്റ് ചോദ്യം തന്നെ അത്. തലച്ചോറുണ്ടോ? ഇപ്പൊ ഈ ജാൻമണിയെ പോലുള്ള ആളുകൾ, രഞ്ജിനിയെ പോലുള്ള ആളുകൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുതരം ഇൻഫ്ലുവൻസ് പകർത്തുന്ന ആളുകളാണ്. നിങ്ങൾ വന്നിട്ട് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരാളെക്കുറിച്ച് പറയുമ്പോഴത്തേനും അതിനകത്ത് പാലിക്കേണ്ട ബേസിക് മിനിമം മര്യാദകളുണ്ട്. ആ മര്യാദ ജാൻമണി പാലിച്ചില്ല. അത് മാത്രമല്ല, ജാൻമണിക്ക് പറയുമ്പോൾ ആ സാധനം സഭ്യമായ രീതിയിൽ അവതരിപ്പിക്കായിരുന്നു, ഒന്ന്. രണ്ട്, ഈ സാധനം, അതായത് ജാൻമണി പറഞ്ഞത്, അതിൽ മോദി 1950 ജനിച്ചു, അച്ഛൻ 1947 മരിച്ചു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു. ആരോ എവിടോ കുറെ ക്യാപ്സ്യൂൾ എടുത്ത് അണ്ണാക്കി തിരികെ കൊടുത്തു, അതങ്ങ് ചാമ്പി, അതാ സംഭവിച്ചത്. പക്ഷെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. I've asked her why do you say stuff like this? मैंने नहीं सोचा कि ये है, मैंने नहीं सोचा कि इतनी बड़ी बात है, मैंने ये देखा. So what she's saying is, ഒരു റീല് കണ്ടു, ആ റീലിൽ ഇങ്ങനത്തെ ആയിരുന്നു ഇൻഫർമേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ കുറിച്ച് എന്തോരം സാധനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ലല്ലോ. എന്നെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ കാര്യം വിടും, എന്നെ കുറിച്ച് മോശമായി എന്തോരം വീഡിയോസും റീൽസും ഒക്കെയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഞാനും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരം കാര്യങ്ങളുണ്ട്. There are people who call me a whore, there are people who call me, ഇപ്പോഴും എന്റെ അഗൻസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മളെ സെക്ഷുവലി അസോൾട്ട് ചെയ്തിട്ടും നമ്മളെ വേശ്യാന്ന് വിളിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അത് വിശ്വസിക്കാതെ? അത് വിശ്വസിക്കാൻ നമുക്ക് ഇഷ്ടമില്ലല്ലോ. പക്ഷെ മോദി ഇങ്ങനെയാണെന്ന് പറയുന്ന കേൾക്കാൻ അവർക്കൊരു മനസ്സുകൊണ്ട്, കേൾക്കുമ്പോൾ കാതിനൊരു കുളിർമയുണ്ട്. ആ കുളിർമയ്ക്ക് വേണ്ടി ആ പറയുന്ന വിശ്വസിക്കും. ഈ മെറ്റ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മുതലായ സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ ഒരു AI ഇൻറ്റഗ്രേഷൻ ഉണ്ട്. ഞാൻ കടുത്ത കോൺഗ്രസ്സുകാരനാണ്, കടുത്ത BJP എതിരാളിയാണ്, അല്ലെങ്കിൽ കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ റീലുകളിലേക്ക്, ഫീഡുകളിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ വരും. ഈ സാധനങ്ങൾ വരുന്നത് എങ്ങനെയാണ്? യവനോ പടച്ചു വിടുന്ന സാധനങ്ങൾ. ആ പടച്ചു വിടുന്നവൻ്റെ ക്രെഡിബിലിറ്റി അവിടെ ഇല്ല. അവൻ മോദിയുടെ ജനനം പ്രശ്നമാ എന്നും പറഞ്ഞൊരു സാധനം പടച്ചു വിടുന്നു. ജാൻമണി ഇത് കാണുന്നു, ഇത് കണ്ടിട്ട് ഇതേ ആശയങ്ങൾ ചിന്തിക്കുന്ന കുറേ മുമ്പ് ഇതേ വിശ്വസിച്ചു കൂടുതൽ സാധനങ്ങൾ വരുന്നു, അത് വിശ്വസിച്ചങ്ങ് അടിച്ചു. ഒരു റീലാണോ ഒരു സാധനം വിശ്വസിച്ച് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നിങ്ങളുടെ ഡയലോഗാക്കി പറയാൻ, നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി എടുത്ത് പറയാനുള്ള മാനദണ്ഡം ഒരു റീലാണോ? കുറ്റം റീലിനാ. ഞാൻ റീല് കണ്ടു പറഞ്ഞതാ ഞാൻ. അത് കൊള്ളാം കേട്ടോ. വിശ്വസിക്കാത്ത, പക്ഷെ വേറെ റാൻഡം ആള് വേറൊരു വീഡിയോ ഇടുമ്പോൾ അത് വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മുടെ സെലക്ടീവ് ചിന്താഗതി ആയതുകൊണ്ടാണ് അല്ലേ? ഇപ്പം എന്ത് വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കണം എന്നത് നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ നമ്മൾ ഒരേ കാര്യം വേറെ ആൾക്കാരെ കുറിച്ച് പറയുമ്പം ഒരാളെ ഒരു രീതിയിൽ കാണുന്നത് കൂട്ടുകാരി ആയതുകൊണ്ടും മറ്റൊരാളെ വേറൊരാൾ കാണുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടും ആയാൽ then the stand is a bit shaky. So then I asked her, sometimes I feel ചില ആൾക്കാർ എടുത്തുചാട്ടക്കാരാണ്. ഞാൻ ഭയങ്കര എടുത്തുചാട്ടക്കാരിയായിരുന്നു പണ്ട്, ഇപ്പോഴും ആണ്. അതെ, എടുത്തുചാട്ടക്കാരിയാണ്. അപ്പോൾ രഞ്ജിനി പക്കയായിട്ട് ജാൻമണി ചെയ്ത പ്രവൃത്തിനെ വിമർശിക്കുകയാണ്. അതൊരു നല്ല കാര്യമാണ്. പൊതുവെ ഞാൻ ഇപ്പോൾ റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്ട്സിൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു. അതിനകത്ത് ഇപ്പോൾ ഷാരികയുടെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഷെഫീന ബീവി അവർ പ്രശ്നമാണെന്ന് പറയണം. അവർ പ്രശ്നമെന്ന് പറയാൻ വേണ്ടി ജാൻമണി അത് കുഴപ്പമില്ല, അതിനേലും വലുതെന്ന് പറഞ്ഞാൽ ആ ഒരു തരത്തിലൊക്കെ മാറ്റുന്നുണ്ട്. അമ്മ അതിന് മെഴുകൽ രഞ്ജിനി ചെയ്തിട്ടില്ല. അത് വളരെ നല്ല കാര്യമാണ്. നമുക്ക് രഞ്ജിനിയുടെ ബാക്കി കാണാം. ചുറ്റും നിൽക്കുന്ന ഞങ്ങളെയും എഫക്ട് ചെയ്യുന്നത്, ബിക്കോസ് എന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് കറന്റ്ലി കമ്മിങ് ഫോർ വർക്ക് വിത്ത് മീ ആൻഡ് ഷീ ഗെറ്റ്സ്. അങ്ങനെ തന്നെ വേണം. ഇതിലും വലുത് എന്ത് വരാനാ? അങ്ങനെ തന്നെ വേണം, വർക്ക് ചെയ്യും. എന്നിട്ട് അതായത് നമ്മൾ ഈ ഭാരം ചുമക്കുമല്ലോ, ഒരു ലോഡ് ഭാരം എടുത്ത് വെക്കുന്ന പോലെയാണ് രഞ്ജിനി ഹരിദാസ് ജാൻമണീനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ബേസിക്കലി ഈ ജാൻമണി എന്ന് പറയുന്ന അവർ അത്യാവശ്യം സെലിബ്രിറ്റിയാണ്, ബിഗ് ബോസിലൊക്കെ പോയ സെലിബ്രിറ്റിയാണ്. ഈ രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്നത് സെലിബ്രിറ്റിയാണ്. ഒരു സെലിബ്രിറ്റി മറ്റൊരു സെലിബ്രിറ്റിനെ കൊണ്ട് നടക്കുന്നു. പക്ഷേ ഒരു സെലിബ്രിറ്റി മറ്റൊരു സെലിബ്രിറ്റി പറയുന്ന വാക്കുകൾക്കൊക്കെ സൈബർ ബുള്ളിങ് കേൾക്കേണ്ടതായി വരുന്നു. ഇപ്പം രഞ്ജിനി ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ?
തൊട്ട് മുമ്പത്തെ ദിവസം മറ്റേ ജാൻമണിയെ പിടിച്ചിരുത്തി ഷഫീന ബീവിക്കെതിരെ സംസാരിച്ചത്. ഓൾ ദീസ് അബ്യൂസ്, എനിക്ക് കിട്ടുന്ന അബ്യൂസ് പോട്ടെ, ഇത്രയും കേസസ് അത് ഇതും ഇതിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. സോ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും ചെയ്യേണ്ടാത്ത ഒരാൾ വെറുതെ വിടുവാത്തരം പറഞ്ഞ് അറിയാത്ത കാര്യത്തിനെ കുറിച്ച് സംസാരിച്ച് തെറ്റായ ഒരു കാര്യം ഭയങ്കര സംഭവമായിട്ട് ഡെലിവറി ചെയ്തതിനു ശേഷം അതിന്റെ തെറി വാങ്ങിച്ച് ബഹിരാകാശത്ത് പോയി ഇരിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഐ എം ലൈക്ക് സോ നോട്ട് കൂൾ. സോ പ്ലീസ്, ഈവൻ ഇഫ് ലൈക്ക് ജാൻ, ഐ ലവ് യു സോ മച്ച്. ഞാൻ പറഞ്ഞ പകുതി വരെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് നോട്ട് അക്സെപ്റ്റബിൾ ഡൂഡ്. ഇറ്റ്സ് നോട്ട് കൂൾ. ഡോണ്ട് ടോക്ക് അബൌട്ട് സ്റ്റഫ് യു ഡോണ്ട് നോ അബൌട്ട്. പൊളിറ്റിക്സ് അറിയാത്ത കാര്യങ്ങൾ പണയരുത്, അതാണ് രഞ്ജിനി പറഞ്ഞത്. അപ്പം അത് വളരെ കറക്റ്റാണ്. അറിയാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കില്ല. ഇപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴത്തേനും ആ പറയുന്ന ആൾക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതായത് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് അവർക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഈ സാധനം സത്യമാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളോ നമ്മുടെ കയ്യിൽ വേണം. ഇതൊന്നുമില്ല, ചുമ്മാ പറഞ്ഞു. ഇപ്പം ചോദിച്ചാൽ പറയാം അത് ഏതോ ഒരു റീല് കണ്ടതാ. ഏത് റീല്? ആ റീലൊന്ന് കാണിക്കാൻ പറ്റുമോ? അത് ഏതോ ഒരു റീല് ഇങ്ങനെ കണ്ടു വന്നപ്പോൾ പോയപ്പോൾ അങ്ങനെ വല്ലവനും പറയുന്ന കേട്ടിട്ട് വന്ന് മൊഴിയാൻ നിന്ന് കഴിഞ്ഞാൽ ഇരിക്കും. പറയുന്നത് വളരെ സെൻസിറ്റീവായി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ബിക്കോസ് അതിനെ അങ്ങനെ കാണുന്ന വിഭാഗം ആൾക്കാരാണ് ജനത, ദ പബ്ലിക്. ഓക്കെ, അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ, അറിവുണ്ടെന്നല്ല, എനിക്ക് അറിവുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ സംസാരിക്കാൻ അതിന് ഒരു സ്കില്ല് വേണം. ബിക്കോസ് എങ്ങനെ പോയാലും ആരുടെയെങ്കിലും ഒക്കെ കാലിൽ നമ്മൾ ചവിട്ടും. ബിക്കോസ് യു ടോക്ട് അബൌട്ട് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ദിസ് കൺട്രി. Okay, you can criticize him. You can say you're not happy with his performance. Okay, അവരുടെ നിലപാടിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, അവരുടെ സ്റ്റാൻഡിനെ ക്വസ്റ്റ്യൻ ചെയ്യാം, അവർ നല്ല കാര്യം പറഞ്ഞാൽ നല്ലതാണെന്ന് പറയാം, അത് യു ക്യാൻ തമാശയിൽ പറയാം. ബട്ട് യു ക്യാൻ നോട്ട് ടോക്ക് അബൌട്ട് ഹിസ് ഫാമിലി ഇഫ് യു ഡോണ്ട് നോ ദ ഫാക്ട്സ്. അത് അദ്ദേഹത്തെ കുറിച്ച് മാത്രമല്ല, ആരെയും കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ചുറ്റും യു ക്യാനോട്ട് ടോക്ക് അബൌട്ട് ഹിസ് ഫാമിലി. കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, ആരെക്കുറിച്ചും പറയാൻ പാടില്ല. ആന്നേ ശരി. ഇപ്പം ഈ രഞ്ജിനി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളില്ല 2 കോമയ്ക്കകത്ത് ഇട്ട് വെക്കട്ടോ. എന്താ എക്സ്പ്ലനേഷൻ മാർക്കോ? എക്സ്പ്ലനേഷൻ മാർക്ക് മറ്റേ ഈ 2 കോമയ്ക്കകത്ത് നമ്മൾ ഇട്ട് വെക്കാണ്. ഇപ്പം പറഞ്ഞ സാധനങ്ങൾ നമ്മൾ മറ്റൊരാളുടെ കുടുംബത്തിനെ കുറിച്ച് പറയാൻ പാടില്ല. അത് ആരുടെ കുടുംബമാണല്ലോ, ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കരുതേ. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് വരാം. ബാക്കി കൂടെ കേട്ടിട്ട് അതിലേക്ക് നമുക്ക് വരാം. ആരും നോക്കുന്നില്ല. അപ്പൊ ഈവൻ ഇഫ് ഇറ്റ് ഇസ് ജാൻമണി, വാട്ട് ഷീ ഡിഡ് വാസ് നല്ലൊരു കാര്യത്തിനെ എടുത്ത് പൊളിറ്റിസൈസ് ചെയ്ത് കളഞ്ഞു അല്ലേ. ഒരു പ്രൊട്ടസ്റ്റിൽ പോയി നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി ഫൈറ്റ് ചെയ്തു, ആ കൊച്ചുങ്ങളെ സക്സസ്ഫുള്ളി. ആരെയും നമ്മൾ രഞ്ജിനി ഹരിദാസ് അതിനുവേണ്ടി പോയി സമരം ചെയ്തു എന്ന് പറയും, നമ്മൾ അംഗീകരിക്കാം. ജാൻമണിദാസ് അവിടെ പോയി സമരം ചെയ്തിട്ട് തിരിച്ചു വന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റിനകത്തുനിന്ന് മനസ്സിലാകുന്നത് BJP സർക്കാരിനോട് അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദിയോട് അവർക്ക് എതിർപ്പുള്ളതുകൊണ്ട്, വിയോജിപ്പുള്ളത് കൊണ്ട് അവർ ആ സമരത്തിൽ നിങ്ങളുടെ കൂടെ വന്നു, അല്ലെങ്കിൽ നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ കൂടെ വന്നു. കാരണം BJPനെ ഇഷ്ടമല്ല. CJP എന്ന് പറയുന്നൊരു പാർട്ടി BJPക്കെതിരെ നിൽക്കുന്നു. ഇപ്പം പോയി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഫ്രസ്ട്രേഷൻ അങ്ങ് തീരും. അതിനുവേണ്ടി മാത്രമായി ജാൻമണിദാസ് വന്നത്. അല്ലാതെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകാനും ഒന്നുമല്ല അവർക്ക് വന്നേ. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വന്നിട്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല അവർ പറയേണ്ടത്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല അവർ പറയേണ്ടത്. ഗവൺമെന്റിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റും അല്ല പറഞ്ഞത്. ഗവൺമെന്റിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞു കേട്ടോ. ഒരു വ്യക്തിക്കെതിരെ, പ്രൈം മിനിസ്റ്ററിനെതിരെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ, അദ്ദേഹത്തിന്റെ ജന്മത്തെ ചോദ്യം ചെയ്യുന്ന സാധനങ്ങൾ അല്ല അവർ പറയേണ്ടത്. അതങ്ങനെ കുറച്ചൊക്കെ ബോധം ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അല്ല ബിഗ് ബോസ് ഹൗസ് ചെയ്യുന്നിട്ട് ജയിച്ചാ പോകടാ നീ എന്ന് പറഞ്ഞ ടീമല്ലേ അവര്. അപ്പൊ കുഴപ്പമില്ല, അവരൊക്കെ പറയും. അത് നേടിയെടുത്തു. And then she goes and abuses. Basis of what? On the basis of what? You cannot do this. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ച് നമുക്ക് വാഗ്വാദം ചെയ്യാം. You know, we can talk about a subject and we will have a fight. നമുക്ക് ഡിബേറ്റ് ചെയ്യാം. A debate is healthy. You know, പക്ഷെ you cannot start attacking a person by saying നീ ഇതാണ്, നീ അതാണ്, like personal attacks and racist attacks, അല്ലെങ്കിൽ religious attacks. Like what is this? What is wrong with everybody? അൺബിലീവബിൾ ആണ് ആൾക്കാർ ഇത് ഡീൽ ചെയ്യുന്ന കാര്യം, പറയുന്ന സംസാരിക്കുന്ന രീതി. എന്നെ സത്യം ഇന്നും അന്നും ഞാൻ പറയാണ്, നിങ്ങളുടെ നല്ല വാക്കുകൾ എന്നെ എഫക്ട് ചെയ്യാറില്ല, നിങ്ങളുടെ ചീത്ത വാക്കുകൾ. അതായത് നമ്മൾ മുമ്പ് എക്സ്പ്ലനേഷൻ മാർക്കിനകത്ത് ഒരു സാധനം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ സാധനത്തിൽ നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രഞ്ജിനി പറഞ്ഞത് നമ്മൾ മറ്റൊരാളെ കുറിച്ച് പറയാൻ പാടില്ല, മറ്റൊരാളുടെ കുടുംബത്തെക്കുറിച്ച് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ കണ്ട സ്റ്റേറ്റ്മെൻറ്റിനകത്ത് രഞ്ജിനി ഹരിദാസ് പറഞ്ഞത് നമ്മളൊരു പ്രശ്നത്തെ കാണുമ്പോൾ ആ പ്രശ്നത്തെ, ആ ഒരു ഇൻസിഡൻറ്റിനെ വെച്ചിട്ട് സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. ഈ വീഡിയോയ്ക്ക്, രഞ്ജിനിയുടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ രഞ്ജിനിയും ജാൻമണിദാസും കൂടി ഇരുന്നിട്ട് സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ്
അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ നേരിട്ട പ്രശ്നങ്ങളും ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളും എല്ലാം. അതിനകത്ത് അവർ സംസാരിച്ചതിൽ ഒരു പ്രധാന ആശയം ഷെഫീന ബീവി എന്ന യൂട്യൂബറിനെതിരെയായിരുന്നു. ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പാണ്, എനിക്ക് അതിനോട് യോജിപ്പില്ല. പക്ഷേ എനിക്ക് അവരോട് പേഴ്സണലി യാതൊരു പ്രശ്നമില്ല. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്, ഒരു 2-3 തവണ എന്തോ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അവർ പറയുന്ന ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ പറയുന്ന ഒത്തിരി കാര്യങ്ങളിനകത്ത് നല്ലതുണ്ട്. ആ നല്ലതൊക്കെ ഇപ്പം മുങ്ങിപ്പോയി, അത് പോട്ടെ. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് ജാൻമണി രഞ്ജിനി പറഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ സാധനം ഒന്ന് കേൾക്കാം. അപ്പോൾ എന്നെ പറഞ്ഞത് നമ്മളൊരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ മാത്രം സംസാരിക്കണം, കുടുംബത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ബാക്കി കേൾക്കാം. നമുക്കത് കേൾക്കാം. Maybe she's leaving some other Andaman Nicobar, that some island where they never seen anything. Janu, and it's first thing, frustration. Frustration. She has really frustration because not only one she's bullying everyone, she thinks she's an only women activist. How can She's an activist. I don't know. She said that. Oh, she said that? Then what you said? You said what about Modi? You said what? You also said such nonsense. Then why you are blaming such other persons? You are also saying the bullshits. Okay? അപ്പോൾ മറ്റൊരാൾ എന്തോ സെഡ് ചെയ്തു ആക്ടിവിസ്റ്റ് എന്നെന്തോ. അപ്പോൾ താൻ എന്താ കാണിച്ചത്? ഇതിന് ഈ ഒരു വീഡിയോ ഇതെന്താ അന്യൻ അമ്പി റമോയോ? ഇതിപ്പോൾ അമ്പി, നമ്മൾ മറ്റേ മീഡിയയുടെ മുമ്പിൽ കണ്ടത് അന്യൻ. റമോയെ ഇനിയിപ്പോൾ കാണാൻ പറ്റും. ബാക്കിയേക്കാം. For the getting for your reach, and now I'll tell you one thing, Didi. Example, ये केरला एक पायसम का एक बॉल है, and this lady is one drop of like poison. Who ഷെഫീന ബീബി ഈ പായസത്തിനകത്തോട്ട് ഒരു തുള്ളി പോയ്സൺ ആണ്. അപ്പം നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് പായസത്തിനകത്ത് പഞ്ചാര ഇട്ട പോലെയാണ്, അതോ വിമ്മ് കലക്കിയ പോലാണോ, അതോ കോബ്രയെ കൊണ്ട് ഡയറക്റ്റ് വിഷം തുപ്പിച്ച പോലെയായിരുന്നു നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്? ഈ ഇത് എക്സാമ്പിളൊക്കെ സൂപ്പർ കേട്ടോ, കിടക്കാനായിട്ടുണ്ട്. making whole payasam pot is like poisonous. So I don't know, and why her YouTube channel is still, why is She has a YouTube channel. and viewers is very less. So for getting your viewers, so അല്ല, why കിട്ടിയല്ലോ. ഇപ്പം കേരളം മൊത്തം സംസാരിക്കുകയാണല്ലോ, ഇതാണല്ലോ യെസ്, കിട്ടിയല്ലോ. കേരളം മൊത്തം കിട്ടിയല്ലോ, വയറ് നിറച്ച് കിട്ടിയല്ലോ, സമാധാനമായല്ലോ, എല്ലാവർക്കും കിട്ടിയല്ലോ. പൊതുവെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ മാക്സിമം തെറി വാക്കുകളും മറ്റൊരാളെ മറ്റേ ചുമ്മാ വായി തോന്നുന്ന നാമാനങ്ങൾ പറയുന്നത് ഒഴിവാക്കുക. ഇപ്പോൾ ജാൻമണിയും ചെയ്തത് തന്നെ കിട്ടിയില്ലോ, വേറെ കിട്ടിയല്ലോ, അവരും അന്ന് പറഞ്ഞ സ്ഥലത്തിന് അവർക്ക് കിട്ടിയല്ലോ, എല്ലാവർക്കും കിട്ടിയല്ലോ, എല്ലാവരും ഹാപ്പിയില്ലേ? അത്രേ ഉള്ളൂ വേണ്ടത്. യു വാണ്ട് പീപ്പിൾ ടു റിയാക്ട് ആൻഡ് ഗെറ്റ് യു പോപ്പുലാരിറ്റി. ഡാർലിംഗ്, പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും കിട്ടും. എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ല, എന്നെ കുറെ ആൾക്കാർ നേക്കഡ് MMS വീഡിയോ ചെയ്തു, അതിന്റെ പൂരത്തെറി, അതിന്റെ താഴെ there are people who random people who will contact saying can you sleep with me. It happens to all of us, but it is a choice we all have. എനിക്കും നിങ്ങളെ പോലെ സംസാരിച്ച് പോപ്പുലർ ആവാം, എനിക്കും തുണിയൂരി പോപ്പുലർ ആവാം. നമ്മൾ ഓരോ ചോയ്സസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ എടുക്കുന്നത്. ആ ചോയ്സിൽ കുറച്ച് എന്താ പറയാ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സെൽഫ് റെസ്പെക്ട് ഡെവലപ്പ് ചെയ്യണം. മനസ്സിലായി? ഇത് ശരിയോ തെറ്റോ എന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ ലീഗലാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഗ്രേറ്റ്. നമ്മുടെ രാജ്യത്തിലും ലീഗൽ ആക്കണമെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് കുറെ ഫ്രസ്ട്രേഷൻ. നമ്മൾ ചർച്ചാ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാക്കണോ അല്ലയോ എന്നുള്ളതല്ല. അപ്പം നമുക്ക് പലതരത്തിൽ പോപ്പുലർ ആകാം. എങ്ങനെ പോപ്പുലർ ആകണമെന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. ഓഫ് കോഴ്സ് നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് മോദിനെ ചീത്ത വിളിച്ചും പോപ്പുലർ ആകാം, കേസൊക്കെ മേടിക്കാം, ഇല്ലേ? അതെങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ആ ഇന്റർവ്യൂന്ന് തന്നെ ഒരു ഭാഗം കൂടെ കാണാമേ. ഞാനൊരു കാര്യം പറയട്ടെ ജാൻ, ഈ ഷഫീന എന്ന് പറഞ്ഞ ഈ ലേഡിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മളല്ല, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അവർ തന്നെ എക്സാമിൻ ചെയ്യണം. ബിക്കോസ് അവരുടെ ഫാമിലി ബന്ധം എന്താണോ? എന്താ നമ്മളൊരു സെന്റൻസ് മുമ്പേ 2 കോമയ്ക്കകത്തിട്ട് വെച്ചായിരുന്നല്ലോ. നമ്മളൊരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ മാത്രം സംസാരിക്കുക, അവരുടെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. എന്നിട്ട് രഞ്ജിനി ഹരിദാസ് ഇതിനകത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അവർ തന്നെ അവരുടെ കുടുംബത്തിനെ എക്സാമിൻ ചെയ്യണം, അവരുടെ കുടുംബത്തിലെ ബന്ധം എക്സാമിൻ ചെയ്യണം. എന്താ അതിൻ്റെ മീനിങ് എന്താ? അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാം. നമുക്ക് മറ്റൊരാളെ പറയേണ്ടപ്പോൾ പറയാം. നമ്മളെ ഒരാൾ പറയുമ്പോൾ കുടുംബത്തെ പറയാൻ പാടില്ല. അതെന്തൊരു സ്റ്റേറ്റ്മെൻ്റ് അതാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇതിനകത്ത് തൊട്ടടുത്തൊരു ജാൻമണി ഇരിക്കുകയാണ് പറയുന്നത്, മറ്റൊരാളുടെ കുടുംബത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പം നിങ്ങൾ അതിനൊരു മാതൃക കാണിച്ചു കൊടുത്തു എന്നൊക്കെ ചിന്തിക്കുന്നത് തെറ്റല്ലേ? അങ്ങനെ ചിന്തിക്കൊന്നും പാടില്ല. അത് ഷോക്കായിട്ട് വേറെ ആൾക്കാരുടെ ബാക്കിലെ പോയിട്ട് മന്തി കൊടുക്കുന്ന ഓരോ ആവശ്യമില്ല. ഈ ലേഡി ഞാൻ ഫോൺ വിളിച്ച് ഞാൻ മര്യാദ ബാക്കിലെ പോയി മാറ്റി കൊടുത്തുന്നു. എന്തൊക്കെയാ ജന്മണി ദാസ് താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ പൊടച്ച തമ്പുരാനെ, അവരുടെ വീഡിയോ കണ്ടാൽ മതി. കോമഡി ഒരു ചിരി പമ്പർശ്ശേരി അവിടെ മാറിക്ക് ജന്മണി ദാസിന്റെ ഇന്റർവ്യൂ ഇങ്ങോട്ട് വാ എന്ന് പറയണം. ബാക്കിലെ കൊടുത്ത് മാന്തി കൊടുത്തു വരും. എൻ്റെ ശബരിമല പുരിക. നമുക്ക് ബാക്കി കേൾക്കാം. രഞ്ജിനിയുടെ പുതിയ ഇന്റർവ്യൂവിന്റെ പുതിയ വീഡിയോയുടെ ബാക്കി ഭാഗം കേൾക്കാം.
രീതിയിൽ തന്നെ അത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നിരവധി എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റുമുണ്ട്. സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ഫാമിലിനെ കുറിച്ച് പറയും, അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയും, അവർ അന്ന് ചെയ്തതിനെ കുറിച്ച് പറയും, ഇന്ന് ചെയ്തതിനെ കുറിച്ച് പറയും. ആ ഇഷ്യൂനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ പോരെ? ഇറ്റ് മേക്സ് പിന്നെ ഇസുവിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ മതി. നമ്മൾ എന്തിനാ ഷെബീന ബീവിയുടെ ബാക്ക്ഗ്രൗണ്ട് തപ്പിപ്പോണം, കുടുംബത്തെ തപ്പിപ്പോണം എന്ന് പറഞ്ഞേ? അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് തക്കാളി അല്ല രക്തവും, മറ്റുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ അത് തക്കാളി സോസും ആണല്ലോ, അത് കുഴപ്പമില്ല. irritated because your voice is important. യെസ്, യുവർ വോയിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ പരിപൂർണ ബോധത്തോടെ പറയുക. ഇതിനകത്ത് രഞ്ജിനി അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നിയൊരു കാര്യം, ജാൻമണി ചെയ്തത് തെറ്റാണെന്ന് അവർ തുറന്നു പറഞ്ഞു. അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവർ തെറ്റ് കണ്ടപ്പോൾ തെറ്റെന്ന് തുറന്നു പറയാനുള്ളൊരു മര്യാദ കാണിച്ചു. അവർക്ക് വേണം ഉണ്ടായിരിക്കായിരുന്നു. രണ്ട്, നമ്മളങ്ങനെ പറയുമ്പോൾ ഈ ജാൻമണിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയാണെന്ന് നോക്കണം. ഇപ്പം മാത്രമല്ല കാലാകാലങ്ങൾ കൊണ്ട്. ഈ ബിഗ് ബോസിൽ പോയപ്പോൾ മുതൽ തന്നെ ശാപം, നിന്റെ നാക്ക് പോവും, നിന്റെ അത് പോവും, നിന്റെ കയ്യറ് തലിഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഈ ജാൻമണി. അപ്പോൾ എനിക്ക് തോന്നുന്നു അൻസിബയാണെന്ന് തോന്നുന്നു ജാൻമണി ഇങ്ങനെ പ്രാഗിയത്. നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ആദ്യം രഞ്ജിനി ഒരു കാര്യം ചെയ്യുക, ജാൻമണിയെ പിടിച്ച് മുമ്പിൽ ഇരുത്തിട്ട് അവർക്കൊരു ക്ലാസ് കൊടുക്കുക. ഇതൊക്കെയാണ് എത്തിക്സ്, ഇതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത, ഇന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാൻ പാടില്ല, ഇന്ന കാര്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ ആ സ്ഥലത്തിന് പേരുന്നായിരുന്നു അവിടെ ഇവിടെ തൊടാതൊക്കെ പറയാമല്ലോ, അങ്ങനെ പറയണമെന്നൊക്കെ പുള്ളിക്കാരിനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കൂ. ഇല്ലെങ്കിൽ പുള്ളിക്കാരി പിടിക്കുന്ന ഓരോ പുള്ളിക്കാരിയാണോ പുള്ളിക്കാരനാണോ എന്തോ ജാൻമണി ദാസ് പറയുന്ന ഓരോ സാധനത്തിനും രഞ്ജിനി വന്ന് വെള്ളി പിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് രേഖപ്പെടുത്തുക. ജാൻമണി ഒളിവിൽ പോയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് മറ്റൊരു വീട്ടാണ്. അതുവരെ